നിന്നെ ഞാൻ തുപ്പും, തൂറി എറിയും. നീ ഷണ്ടനാടാ, ഷണ്ടൻ. വലിഞ്ഞു കയറി വന്നേക്കുന്ന എങ്ങനെ ഇടുന്ന ചെറ്റ. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. കന്തീഷ് ബാക്കി അറിയാമല്ലോ നിങ്ങൾക്ക്. മരപ്പാഴികളെ ഇങ്ങനെ പേരൊക്കെ വരുന്നത് ഫേക്കടിയല്ലേ? സ്വന്തം പേരെങ്ങാണ് ഇങ്ങനെങ്ങാനും ഇടുവോ? എന്നെ അല്ല നിങ്ങൾ കളിയാക്കുന്നത്. മോന് വിചാരിക്കും എന്നെ കളിയാക്കുന്നു എന്ന്. മോൻ എന്റെ മുന്നിൽ വന്ന് പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നിങ്ങളിതൊന്നും മനസ്സിലാക്കുന്നില്ല കുട്ടികളെ. എനിക്കറിയാം എന്റെ മോന്ത പോത്തിനെ പോലെയല്ലെന്ന്. ഞാൻ ഡയലോഗ് സിനിമാക്കാരെടുത്തപ്പോൾ ചേച്ചിയുടെ അനുവാദം ചോദിക്കാമായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒന്ന് ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ലെങ്കിൽ തന്നെയും ഒന്ന് വരാമായിരുന്നു. എന്റെ അടുത്ത സിനിമ തുടങ്ങുമ്പോ അതും എടുത്ത് പാട്ടാക്കുമെന്ന്. ഹിറ്റായ ഒരു ഡയലോഗുണ്ട്, കുണുവാവ എന്നുള്ളത്. അപ്പൊ എന്റെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്. തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, എന്റെ പൊന്നുവാവ, എന്റെ താമര കന്നാ കുഞ്ഞുവാവ, തൊപ്പി വെച്ചൊരു സോഷ്യൽ മീഡിയ കേട്ടതെല്ലാം ശരിയാവണമെന്നുണ്ടോ? നമ്മൾ ഒരുപാട് കേട്ട് ആഘോഷിച്ചൊരു പേരാണ് നാഗസൈരന്ധ്രി. അവരുടെ ഡയലോഗുകൾ, പ്രതികരണങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ വളരെ വൈറലായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പുറകിൽ ദിവ്യരാജിൽ നിന്നും നാഗസൈരന്ധ്രി ദേവിയായ ഒരു യാത്രയുണ്ട്. അതായത് നമ്മൾ കേൾക്കാത്ത, നമ്മൾക്കറിയാത്ത ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെയുള്ള ഒരു സ്വകാര്യ ജീവിതം. അവിടേക്ക് നമുക്കൊന്ന് പോകാം. നാഗസൈരന്ധ്രിയുടെ പ്രസക്തമായ പ്രയോഗം അല്ലെ ശൈലി പ്രേമലു ആ സിനിമയിലേക്ക് കടം കൊണ്ടെന്ന് പറഞ്ഞു. ധാരാളം പേര് വന്ന് അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ അതിൽ 2-3 സെൻറ്റൻസ് വാക്കുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാക്കുകൾ കേട്ടപ്പോഴേ ഭയങ്കര ചിരിയായിരുന്നു. തിയേറ്റർ ഇളകി മറിഞ്ഞ് ചിരിച്ചു. എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ വോയിസ് മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ചൊക്കെ ഞാൻ എടുത്ത് എൻ്റെ ചാനലിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അവരുടെയൊക്കെ ശബ്ദ സന്ദേശങ്ങൾ. അതുപോലെ ഈ എഴുതിയിടത്തില്ലേ കമൻറ്റുകൾ, അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേ അങ്ങനെ പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ആളുകൾ അത് വന്ന് പറഞ്ഞു, നിന്നെ അറിയുമോ, 4 പേര് അറിയുമോ, നിനക്കെന്തെങ്കിലും കഴിവുണ്ടോ, നിന്നെ 4 പേര് അറിയുമോ എന്നൊക്കെയുള്ള വാക്കുകൾ. ഒരിക്കലും ഇല്ല. സിനിമാക്കാരേക്കാൾ കൂടുതൽ കോണ്ടാക്ട് തന്നെ ചെയ്തത് അത് ഈ ചിത്രം ഇറങ്ങി കണ്ടവരാണ്. ഒന്ന് ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ലെങ്കിൽ തന്നെയും ഒന്ന് വരാമായിരുന്നു. സിനിമാക്കാരും സീരിയലുകാരും അതിലുള്ളവരല്ല, വേറെ ആളുകളുമായിട്ടൊക്കെ പരിചയം ഉണ്ട്. പക്ഷെ അതിൽ അഭിനയിച്ചവരാരും തന്നെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോ അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ. അപ്പോൾ ഒന്ന് വരാമായിരുന്നു, ഒന്ന് ചോദിക്കാമായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന മിക്ക കാര്യങ്ങളും ഈ യൂട്യൂബേഴ്സ് എടുത്തുകൊണ്ട് വന്ന് ട്രോൾ ചെയ്യും, അല്ലാതെ അവർ വിമർശിക്കും. ഒരു കാര്യമില്ലാതെ വിമർശനത്തിന് വിധേയമാക്കും, റോസ്റ്റ്. അതൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ ഇവിടെ വരച്ചിരുന്നത്. പക്ഷേ ഞാൻ നേരെ മറിച്ച് അവരുടെ ഒന്നും ഞാൻ എടുക്കാൻ പോയിട്ടില്ല. അപ്പം ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഞാൻ പറയാം, നിങ്ങൾ ഒന്നുകിൽ ചോദിക്കാം. കാരണം ഇതെൻ്റെ ജീവിതമാണ്. എനിക്ക് 10 പൈസ വരുമാനം കിട്ടുന്നത് ഇതിലാണ്. നിങ്ങളിത് അവിടെ കൊണ്ടുവന്ന് വിമർശിക്കുമ്പോൾ ആളുകൾക്ക് വേണ്ടുന്നത് ഒരാളെ ചീത്ത പറയുന്നതാണ്. അപ്പോൾ എന്നെ അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാതെ എൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് അവർ ചീത്ത വിളിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുവാനെ. നമുക്കത് ചിരി വരും. ഇപ്പം മോനെ തന്നെ ഒരു കാര്യമില്ലാതെ മോൻ്റെ ജീവിതത്തെ കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് അവർ ചീത്ത വിളിക്കുകയാണ്. എന്ത് കാര്യത്തിനത്? നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അനാവശ്യം. പക്ഷെ ചിന്തിക്കുമ്പോൾ
ചിന്തിച്ച് പോകുമ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെയും കൂടെ വരും. അപ്പം ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് ചോദിക്കാം, ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകാം, നമുക്കൊരു മനസ്സിന് സംതൃപ്തിയുണ്ട്. പക്ഷെ ഇവർ ചോദിക്കാതെയൊക്കെ ഇരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയത്. സിനിമ കണ്ടില്ല, ചേച്ചി കണ്ടില്ല, തിയേറ്ററിൽ പോയി കണ്ടില്ല? എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാണാൻ പറ്റിയ സാഹചര്യമല്ല. കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് വെളിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റൊന്നുമല്ല, അവരുടെ സന്തോഷ പ്രകടനം എനിക്ക് താങ്ങാൻ കഴിയില്ല. ഒന്നാമത്തെ എൻ്റെ ബോഡി ദുർബലയാണ്. അതായത് ബോഡി വീക്കെന്നല്ല അത് പറയേണ്ടത്. എല്ലാവരും കൂടി വന്ന് ഇങ്ങനെ വന്ന് ചില ആളുകൾ വന്ന് കവിളത്ത് പിടിക്കും, മുടിയെ പിടിക്കും, ഇഷ്ടപ്രകടനം കാണിക്കുന്ന. അപ്പം ഇവരുടെ ആ ശക്തമായ കൈകളും ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ഈ ഡയലോഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിനിമ വരെ ഉപയോഗിച്ചു. അപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് ചേച്ചിയെ കളിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനോടൊക്കെ ഒരു പ്രതികരണം ഉണ്ട്. കാരണം വ്യക്തിഹത്യ എന്ന രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിഹത്യയില്ല. ഒന്നാമത്തെ കാര്യം, അതൊക്കെ ഓരോ ആളുകൾ പറഞ്ഞു വെച്ചേക്കുക വ്യക്തിഹത്യ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുന്നതൊക്കെ വ്യക്തിഹത്യയാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാവരും വ്യക്തിഹത്യ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിഹത്യ എന്നൊന്നും തോന്നുന്നില്ല. അതെന്തുവെന്ന് പോലും എനിക്കറിയില്ല. കളിയാക്കുന്നത് മോൻ തന്നെയാണ്. കാരണം മോന് വിചാരിക്കും എന്നെ കളിയാക്കുന്നു എന്ന്. ഇത് ഭയങ്കര ഒരു തിയറി തന്നെയാണ് ഞാൻ പറയുന്നത്. മോൻ എൻ്റെ മുന്നിൽ വന്ന് പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, പക്ഷെ എൻ്റെ മനസ്സിനെ അത് ബാധിക്കുന്നില്ല. മനസ്സിലായോ? മോനെ തന്നെയാണ് അത് പറയുന്നത്. അത് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും എന്നെ ഒന്ന് പറയുക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അത് ഉരുവിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്തിനായിരുന്നു ഇങ്ങനെ വെറുതെ നമ്മൾ സമയം കളയുന്നത്, നമ്മളെ തന്നെയായിരുന്നു കളിയാക്കുന്നത്. അതുകൊണ്ടില്ലേ ഞാൻ പറയണം, മരപ്പാഴികളെ, എന്നെ അല്ല നിങ്ങൾ കളിയാക്കുന്നത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ശാന്തമായ രീതിയിൽ ചില ആളുകളോട് പറഞ്ഞ് അവർക്ക് അത് തലയിലോട്ട് കയറത്തില്ല. ഇപ്പം ഞാൻ ലൈവ് പോവാൻ നേരം ആ ലൈവ് വന്ന് പലരും എൻ്റെ അരികിൽ വന്ന് പല കാര്യങ്ങൾ ചോദിക്കും. ചിലർ പറയും, എന്തെങ്കിലും പറഞ്ഞായിരിക്കും വരുന്നത്, നിനക്ക് എന്ത് കഴിവുണ്ടെന്ന്. അപ്പോഴേ ഞാൻ നിങ്ങൾ കുറച്ച് മുമ്പേ പറഞ്ഞ ആ വ്യക്തിഹത്യ ഉണ്ടല്ലോ. അപ്പോൾ ഞാനെന്ന് പറയാം, എടാ കാണാൻ കൊള്ളാത്തവനെ, നിനക്ക് എന്തിനു കൊള്ളാം? ഒന്നുകിൽ ഇത്തിരി ബുദ്ധി വേണം, അല്ലെങ്കിൽ ഇത്തിരി വിവരം വേണം. കാണാൻ കൊള്ളത്തില്ല, അതൊരു വ്യക്തിഹത്യയില്ലേ? ബോഡി ഷേമിങ് ആണ് ഇങ്ങനെ ഞാൻ ചെയ്യും. ബോഡി ഷേമിങ് അതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് തന്നെ ഇവർ തിരിച്ച് എന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ആകമാനം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളിതൊന്നും മനസ്സിലാക്കുന്നില്ല കുട്ടികളെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ മോന്ത പോത്തിനെ പോലെ അല്ലെന്ന്. മനസ്സിലായോ? തവള പോലെയല്ലെന്ന് എനിക്കറിയാം. ആ പറയുന്നവൻ്റെ മനസ്സിലാണ് ആ രൂപങ്ങൾ വരുന്നത്. ഒരു മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, അറിയാവോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട്. അത് ഇവിടെ അല്ല ആ ഹോസ്പിറ്റല്, അങ്ങ് യൂട്യൂബിലാണ്. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പാസ്സാക്കുന്ന എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെയൊക്കെ കമൻറ്റ് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് അവർക്കൊരു കുഞ്ഞ് മറുപടിയും കൊടുത്തിട്ട് അവരുടെ കമൻറ്റുകൾ എടുത്തു വെച്ചിട്ട് അവിടേക്ക് പോസ്റ്റ് ചെയ്യും. മനഃശാസ്ത്രപരമായിട്ട് ഇവറ്റകൾ അത് തപ്പിപ്പിടിച്ച് അവിടെ ഇട്ട് വരും. അത് പ്ലേ ചെയ്തും ആ വീഡിയോ കിടന്ന് ഓടും, എനിക്ക് പേയ്മെൻറ്റ് വരും. അവറ്റകൾ അവിടെ കിടന്ന് പ്രാണം കളഞ്ഞ് കമൻറ്റ് ഇട്ട് എഴുതിക്കൊണ്ടുള്ള പ്രാന്ത് മുഴുവൻ അവിടെ എഴുതിയിട്ടുകൊണ്ടിരിക്കും. വെരി സൈക്കോളജി. അതോടൊപ്പം തന്നെ അന്ന് വേറെ ഹിറ്റായ ഒരു ഡയലോഗുണ്ട്, കുണുവാവ എന്നുള്ളത്. അത് സുൽത്താനും ഞാനും കൂടെ ഇവിടെ നിന്ന്, അത് റീൽസ് ഒന്നും ചെയ്തതൊന്നുമല്ല. എനിക്ക് അങ്ങനെയുള്ള പരിപാടിയില്ല, റീൽസ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ നിമിഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ പാട്ട് വരും. അത് ഞാൻ അന്നേരം എൻ്റെ ഉള്ളിൽ നിന്നൊരു പാട്ട് വന്നതാണ്. അദ്ദേഹം തൊപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാണ് കാണുന്നത്. തിരിച്ച് അദ്ദേഹം എന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തൊപ്പി വെച്ചൊരു കുഞ്ഞു വാവ
അരിമക്കൂടാമൊരു കുഞ്ഞു വാവ, തൊപ്പി വെച്ചൊരു കുഞ്ഞു വാവ, എൻ്റെ പൊന്നു വാവ, എൻ്റെ താമര കന്നാ കുഞ്ഞു വാവ, തൊപ്പി വെച്ചൊരു അത് അദ്ദേഹത്തെ താലോലിക്കുന്ന പാട്ടായിട്ട്. സുഹൃത്തിനെ സുൽത്താൻ ഒരു കുറെ റീലുകളിൽ കണ്ടു. അദ്ദേഹം ആരാണ്? അദ്ദേഹം എൻ്റെ സന്തത സഹചാരി, എൻ്റെ കാമുകൻ, എൻ്റെ ആത്മപ്രിയൻ എന്നൊക്കെ പറയാം. കൂട്ടുകാർ പോലും എന്നെ തിരിഞ്ഞു നോക്കാതായപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഏകാന്തമായ ജീവിതവുമായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വരവ്. ആരെ? സുൽത്താൻ. അപ്പം എനിക്ക് അനുഭവപ്പെട്ടുന്ന ഓരോ കാര്യങ്ങളും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ട് ഇദ്ദേഹം ബുദ്ധിമാനായി. ഇദ്ദേഹം അതെല്ലാം മനസ്സിലാക്കിയെടുത്തപ്പോൾ അദ്ദേഹത്തെയാണ് അറിഞ്ഞത്. സ്വന്തം ജീവിതത്തെ അറിയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പോസിറ്റീവ് അനുഭവപ്പെട്ടു. അന്നൊക്കെ എന്നെ വിളിക്കുന്നത് ഗൂഗിൾ നാഗെന്നായിരുന്നു. കാരണം ഗൂഗിളിൽ പോലും തിരഞ്ഞാൽ കിട്ടാത്തത്ര അറിവ് എനിക്കുണ്ട് എന്ന്. അതായത് മറ്റൊരു പെണ്ണിലും കാണാത്ത അറിവും ജ്ഞാനവും എല്ലാം ബുദ്ധിയെല്ലാം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അദ്ദേഹം അന്ന് നല്ലൊരു സ്വതന്ത്രനായ ഒരു വ്യക്തി. സ്വാഭാവികമായിട്ട് ഇവരുടെയൊക്കെ ഇടയിലാണെങ്കിൽ ഇദ്ദേഹം ഞാൻ ഇവിടെ മതത്തെ കൊണ്ടുവരുമല്ല, ഒരു മുസ്ലിമായിട്ട് കൂടി അദ്ദേഹം ഈ മദ്രസയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ്, കാരണം അത്തരം പുസ്തകങ്ങൾ വായിക്കാതെ തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കിയെടുത്തെങ്കിൽ അദ്ദേഹം വളരെ ബുദ്ധിമാനാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം വന്ന് പിന്നെ നമ്മൾ ഇവിടെ കഴിയുകയായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഹിറ്റായ ഒരു പാട്ടാണ്, ആളുകൾ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത മറ്റൊരു പാട്ടുണ്ട്. കൊതികെ കൊതികെ കുത്തല്ലേ എൻ്റെ കുഞ്ഞു വാവനെ കുത്തല്ലേ, ഉരുമ്പേ ഉരുമ്പേ കച്ചല്ലേ എൻ്റെ കുഞ്ഞു വാവനെ കച്ചല്ലേ, പൂച്ചേ പൂച്ചേ മാന്തല്ലേ എൻ്റെ കുഞ്ഞു വാവനെ മാന്തല്ലേ, പൂച്ചേ പൂച്ചേ മാന്തല്ലേ എൻ്റെ കുഞ്ഞു വാവനെ മാന്തല്ലേ, പറ്റിക്കുറ്റ പറ്റിക്കുറ്റ ബൗ 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 പറയല്ലേ, പറ്റിക്കുറ്റ പറ്റിക്കുറ്റ ബൗ 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 പറയല്ലേ എൻ്റെ കുഞ്ഞു വാവനെ കച്ചല്ലേ. അങ്ങനെ പറഞ്ഞു. ഞാനിപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ മോനെ, ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിങ്ങ് കളയുക. ആരും എൻ്റെ അടിയിൽ വന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത സിനിമ തുടങ്ങുമ്പോൾ അതും എടുത്ത് പാട്ടാക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം പ്രേമലു സിനിമയിലെ ആ ഡയലോഗ് നമുക്ക് പ്രഷറോടൊന്ന് പറയാൻ പറ്റുമോ? നിനക്ക് ഇതിലൊരു കഴിവുണ്ടോ? കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി, നീ പോയി മരിക്കടാ, നീ ഷണ്ടനാടാ ഷണ്ടൻ, വലിഞ്ഞു കയറി വന്നേക്കുന്ന എങ്ങാനിടുന്ന ചെറ്റ, അവൻ്റെ ഒരു തൊലിഞ്ഞ മോന്ത, നിന്നെ ഞാൻ തുപ്പും തൂറിയെറിയും എന്ന് അത്ര മതി മോനെ. എനിക്ക് നേരത്തെ തൊട്ട് എനിക്ക് ഇത് വരുന്നില്ല, കാരണം അതെൻ്റെ ചങ്കില് കൊള്ളു. കാരണം എന്താന്ന് മോനെ, ഞാനിവിടെ ജീവിക്കുക കണ്ണ, അഭിനയിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് വീണ്ടും റീടേക്ക് ചെയ്തങ്ങനെ പറയാൻ എനിക്ക് അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ പറഞ്ഞത്. നമ്മളൊരു സിനിമയിലെ ഡയലോഗാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതാണ്. ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്ത് അവൻ കേൾക്കാൻ വേണ്ടി അങ്ങോട്ടങ്ങ് ഇട്ടതാ. അവൻ്റെ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റത്തില്ല, വേറെ ആരോടും എനിക്ക് പറയാൻ പറ്റില്ല, മനസ്സിനകത്തേക്ക് വെച്ചോണ്ട് നടക്കാനും പറ്റുന്നില്ല. അവന് 2 കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോഴത്തെ ജീവിതമാണ്, ജീവിതത്തിലെ മെയിൻ പോയിന്റുകളാണ്, ജീവിതത്തെയാണ് ഞാൻ. കാരണം എന്നെ സംരക്ഷിക്കാനൊന്നും വേറെ ആരുമില്ല. അപ്പം ഞാൻ തന്നെ ഒരു പെണ്ണായി ഞാൻ തന്നെ എന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതങ്ങ് ഇട്ടതാണ്. എനിക്കത് എങ്ങനെയാണ് നിങ്ങളോടൊക്കെ ഒന്ന് പറയാൻ പറ്റില്ല. അതിനെയാണ് മറ്റുള്ളവർ ആത്മീയത അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പം അങ്ങനെയൊക്കെ ഞാൻ നോക്കും.
അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരോട് ഉള്ള കാര്യം പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്ക് അടുക്കാൻ ആരാന്നൊക്കെ അറിയാവോ ഈ അന്ന് പ്രതികരിച്ച ആരോടാന്ന്? കന്തീഷ് ബാക്കി അറിയാമല്ലോ നിങ്ങൾക്ക്. ഫേക്ക് ഐഡി ആയിരിക്കും അല്ലേ? ഫേക്ക് ഐഡി ആണോ അതോ? മോനെ ഇങ്ങനെ പേരൊക്കെ വരുന്നത് ഫേക്ക് ഐ ഡി അല്ലേ? സ്വന്തം പേരൊക്കെയാണ് ഇങ്ങനെങ്ങാനും ഇടുവോ? അത് പഴയ കൗമാര യൗവന, അതായത് അക്കാലത്തൊക്കെ അതൊക്കെ അപ്പോഴൊക്കെ നമുക്ക് ചില ചെറിയ പ്രണയങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. നിങ്ങളൊക്കെ പ്രണയിച്ചിട്ടില്ല? ഇപ്പോഴും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കറിയാം. പ്രണയിക്കണം, പ്രണയിച്ചില്ലെങ്കിൽ പ്രണയിക്കണം. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അടുത്ത ആൾ കാണുവാണെങ്കിൽ അവരെയും പ്രണയിച്ചോളൂ. ജീവിതത്തിൽ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക. ആദ്യം വേണ്ടത് സ്വന്തമായിട്ട് പ്രണയിക്കണം. സ്വന്തമായിട്ട് പ്രണയിച്ചൊരു ആത്മവിശ്വാസം വളർത്തിയെടുത്തിട്ട് വേണം മറ്റാരെങ്കിലും പ്രേമിക്കാനായിട്ടിരിക്കുന്നത്. പിന്നെ ഈ ചില പെൺപിള്ളേരൊക്കെ വന്ന് ഇതുപോലുള്ള ഡയലോഗൊക്കെ പറയും. ലോലഹൃദയന്മാരാകരുത്. ആ ഡയലോഗിൽ കൂടിയൊക്കെ ഒരു പെണ്ണ് വന്ന് നേരെ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, നിന്നെ സമൂഹത്തിൽ ആരെങ്കിലും അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അത് കേട്ട് കരഞ്ഞോണ്ടൊന്നും ഇരിക്കരുത്. അപ്പോഴിത്തിരി അവർ എന്ത് മറുപടി കൊടുക്കാന് അപ്പം മറുപടി ഒന്നും കൊടുക്കണ്ട. നമ്മളപ്പോഴേ ആ കഴിവ് എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി ജീവിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ ആൺപിള്ളേർ കൂട്ട് പോയി ചെന്ന് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കരഞ്ഞു കൂവിയിരിക്കുക, അല്ലെങ്കിൽ ആ പെണ്ണിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക ഒന്നുമല്ല. പെൺപിള്ളേരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൺപിള്ളേരെക്കാളും ഇത്തിരി, അതാണ് പറഞ്ഞത്, പെൺപിള്ളേർക്ക് ഇത്തിരി പവറുണ്ട്. പക്ഷെ ആൺപിള്ളേരെല്ലാം ലോല ഹൃദയന്മാരാണ്. ഒരു പെണ്ണിൻ്റെ ബാക്കി വെക്കുമ്പോഴേ അവർക്ക് പിന്നെ ആ പെണ്ണിനെ കൊല്ലണം, അവളെ അടിക്കണം, അവളെ അങ്ങനെ ചെയ്യണമെന്നാണ്. അതായത് അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നിട്ട് അവളെ വെച്ചേക്കാൻ പാടില്ലെന്നുകൊണ്ട് പലതും ചെയ്യുന്ന ആൺപിള്ളേരുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ കഴിവില്ലായ്മ. അതല്ല വേണ്ടുന്നത്. അവളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോവട്ടെ. നമ്മൾ നമ്മുടെ കഴിവ് സമൂഹത്തിലൊരു നിലയും വിലയും ആകുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ, അത് സംസാര കല എല്ലാം ഈ ലോകത്തെ എല്ലാം നമുക്ക് കലയായിട്ടെടുക്കാം മോനെ. നടത്തം, നോട്ടം, പറച്ചിൽ, പുഞ്ചിരി, ആറ്റിറ്റ്യൂഡ്, വ്യക്തിത്വം, സംസാരം, പിന്നെ ഇങ്ങനെ സ്റ്റൈലൊക്കെ ഇരിക്കുന്നത്, പിന്നെ ക്യാമറ പിടിക്കുന്നത്, മനോഹരമായ അവതരണം, പിന്നെ ഈ പറയുന്ന ഡയലോഗുകൾ, പിന്നെ എഴുത്തുകൾ, അങ്ങനെ വേണ്ട നമുക്ക് എന്തിനേയും കഴിവായിട്ടെടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് എന്നോട് ചോദിച്ചില്ലേ, ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിങ്ങനെ പറയാമെന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഭ്രാന്തി പിടിച്ചതുപോലെ ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം കൂടെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ പെണ്ണിന് പകരം ഒരു 10 പെൺപിള്ളേർ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഇതുപോലൊരു പെണ്ണ് ആര് പറഞ്ഞു തരാം നിങ്ങൾക്ക്? ഒത്തിരി കാമുകന്മാരോട് പറഞ്ഞു. എനിക്ക് ഒത്തിരി കാമുകന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ഇത്ര ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ തിരിച്ചെന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത്യാവശ്യം കരച്ചിലൊക്കെ വന്നിട്ടുണ്ട്. തിരിച്ച് ഞാനും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികം. പിന്നെ എൻ്റെ ഈ ഡയലോഗ്, കുറേ ഡയലോഗ് കേട്ട് ഒത്തിരി പേര് ചങ്കിക്കൊള്ളുന്നതല്ലേ. അതായതെന്ന് വെച്ചാൽ നല്ല ചില ആളുകൾ അവർ നല്ല ടോപ്പ് ആളുകൾ, ഞാൻ അങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ അടുക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും നല്ലൊരു കഴിവുള്ള ഒരാളിനെ ആയിരിക്കും. ഒന്നുകിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരാണിന് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ ഒരു കഴിവും ഇല്ലാത്ത ആളായിരിക്കും. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ആ ആൾക്ക് നല്ല എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. ഒന്നുകിൽ വളരെ മനോഹരമായി സംസാരിക്കുവാൻ, അല്ലെങ്കിൽ പുഞ്ചിരിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ വർണ്ണിക്കുവാൻ. അപ്പോൾ വേറൊരാൾ കാഴ്ചപ്പാടിൽ ആ ആൾക്കൊന്നുമില്ല. പക്ഷേ എല്ലാം കൂടി ഞാൻ എൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ മികവും ഒരാളിൽ കാണാതെ വരുമ്പോൾ ആ ആൾ എന്നെ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് ഞാൻ ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം പറയും, നിനക്കിത് മാത്രമല്ല അറിയുള്ളൂ, എൻ്റെ അത്രയും വരാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അത്രയും കഴിവുണ്ടോ നിനക്ക്?
സൗന്ദര്യമുണ്ട്. സത്യം പറഞ്ഞ സുന്ദരന്മാരായിരിക്കും, എന്നാലും നെഞ്ചിൽ നന്നായിട്ട് തളരാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അവരതൊക്കെ എന്ന് വെച്ചാൽ അതിസുന്ദരന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ അവരെ ഒന്ന് തകർക്കാൻ വേണ്ടി പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? തകർക്കാൻ വേണ്ടി ഒന്ന് കൊള്ളിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ. എനിക്ക് എൻ്റെ അത്രയും കഴിവുണ്ടോ നിനക്ക്? പടം വരയ്ക്കാൻ അറിയാമോ? ശില്പം വരയ്ക്കാൻ അറിയാമോ? പുഞ്ചിരിക്കാൻ അറിയാമോ? നല്ല രീതിയിൽ എന്നെ ഒന്ന് വർണ്ണിക്കാൻ കഴിയുമോ? കഥ അറിയാവോ? കവിത അറിയാവോ? ആത്മാവിനെ എടുക്കാൻ അറിയാവോ? നിൻ്റെ മുഖം എന്തിനു കൊള്ളാം? മരക്കിഴങ്ങ പോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ അറിയാം അവർ ടോപ്പാണെന്ന്, പക്ഷെ പറയില്ല.